ആദ്യം ശ്രീ സുഭാഷ് ബാബു. ഇതിനു മുൻപും പലതവണ കുറുവാ സംഘങ്ങൾ കേരളത്തിലേക്ക് എത്തുകയും ഭീതി പരത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത് കുറുവാ സംഘം തന്നെ എന്ന സ്ഥിരീകരണം വരികയാണ്. ആലപ്പുഴയിൽ നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവാ സംഘം തന്നെയെന്ന് നേരത്തെയുള്ള സാഹചര്യങ്ങൾ വെച്ച് മനസ്സിലാക്കി പോലീസ് അത് സ്ഥിരീകരിക്കുന്നു. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് വീണ്ടും കുറുവാ സംഘത്തിന്റെ വിഹാര കേന്ദ്രമായി കേരളം മാറുന്നത്? നമ്മള് പൊതുവെ കുറുവാ സംഘം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മറ്റ് ചില സ്റ്റേറ്റുകളിൽ നിന്നാണ് വരുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് മോഷണം എന്ന് പറയുന്നത് അല്ലെ പിടിച്ചുപറി എന്ന് പറയുന്നത് ഒരു കുലത്തൊഴിലായിട്ട് എടുത്തിരിക്കുന്ന ആളുകളാണ്. അവരുടെ പ്രധാന ജോലി ഇതാണ്. അല്ലാണ്ട് മറ്റേ ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ ഒന്നും പോയില്ല. അവർക്ക് വലിയ അക്ഷരാഭ്യാസം ഒന്നും ഇല്ലാത്തൊരു വിഭാഗമാണ്. അപ്പൊ അങ്ങനെ അത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് ഇപ്പൊ അത്. പണ്ട് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചില കർണാടക ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ഏറെക്കുറെ ഇല്ല എന്ന് നമുക്ക് പറയാം. വരുന്ന ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾക്കുള്ള പ്രധാന പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സൗകര്യം, കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ നിരവധി ആളുകളുണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങളും തുലവും കുറവാണ്. അപ്പൊ അവരുടെ സംസ്ഥാനങ്ങളിലൊക്കെ ഇവര് മോഷണത്തെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവര് തിരിച്ചറിയാൻ സാധിക്കും. അവര് ആ പ്രദേശത്തല്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തില് ഇവർക്ക് പെട്ടെന്ന് അവരെ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നിരവധി ഉണ്ട്. അവരെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ രേഖകളോ റെക്കോർഡുകളോ രജിസ്ട്രേഷനോ ഐ ഡി പ്രൂഫുകളോ ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ യഥേഷ്ടം ഇങ്ങനെ വിരാജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വീടുകളിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഓരോ സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വീടിന്റെ പുറത്ത് വലിച്ചെറിയുക, അല്ലാണ്ട് അത് മറ്റു രീതിയിൽ ഒഴിവാക്കുന്ന സംവിധാനമൊന്നുമില്ല. അപ്പൊ അതൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആളുകൾക്ക് വരികയും ഈ സ്ഥലം പരിചയപ്പെടുന്നതിനും ഏത് സ്ഥലത്താണ് കൂടുതൽ ഫലപ്രദമായി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് അവർക്ക് കണ്ടുപിടിക്കുന്നതിനും അതിന്റെ പശ്ചാത്തലത്തിൽ അവർക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ, അതായത് ഇതേമാതിരി ഓപ്പറേഷൻ അല്ലെ മോഷണം നടത്താൻ വരുന്നത് പുരുഷന്മാരായിരിക്കും. അതിൽ ചില സ്ത്രീകൾ സഹായികളാണ്. പക്ഷെ പകൽ സമയങ്ങളിൽ ഇവരെ ഇത് പറ്റുന്ന സ്ഥലങ്ങളും വ്യക്തികളും ആരൊക്കെയാണ് എന്ന് നിരീക്ഷിക്കുകയും അവിടെ വീടിന്റെ ഏത് ഭാഗത്താണ് കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ട് അതിനുള്ളിലേക്ക് കയറാൻ സൗകര്യം, അവിടെ എവിടെ കയറിയാൽ എന്തെങ്കിലും മുതൽ കിട്ടുമോ എന്നൊക്കെ തിരിച്ചറിയാൻ സ്ത്രീകളെയും കുട്ടികളെയാണ് അവർ സാധാരണ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം രാത്രി സമയത്ത് അവരവിടെ ഏതെങ്കിലും സ്ഥലത്ത് തമ്പടിക്കുക, അല്ലെ ഈ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചതിന് ശേഷം ആ സ്ഥലത്ത് നിന്ന് പോകും. പോയതിനു ശേഷം പെട്ടെന്ന് ഒരു ദിവസം വരിക, വന്നതിന് ശേഷം ഇത് ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് മാറുക, ഇത് വേറെ അവിടെ തന്നെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ട് ഏതാനും ദിവസം കഴിഞ്ഞ് അതുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് കൂടി വ്യാപിക്കുന്നു എന്നറിയുമ്പോൾ കൂടുതൽ ഭീതി ഉണ്ടാകുന്നത്.